ഈ വാക്ക് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവുകയില്ല. അത്ര കേട്ടുകേൾവില്ലാത്തൊരു വാക്കായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞെന്ന് വരില്ല. സാധാരണ ഇത് പ്രായമായ ആളുകളിലാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത്. അത് അവരുടെ അസ്ഥിക്ഷയം കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഒരു 25-30 വയസ്സ് കഴിഞ്ഞ മിക്ക ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇത് കാണുന്നുണ്ട്. ഇതുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴുത്തിന്റെ ബാക്കിൽ ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും. ആണുങ്ങളിൽ കോളർ ഇല്ലാത്ത ടീഷർട്ട് ഇടുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് കാണാം. പെണ്ണുങ്ങളിൽ മുടി മുകളിലേക്ക് ബൺ ചെയ്ത് വെക്കുകയോ കഴുത്ത് എക്സ്പോസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇത് കാണാം. കഴുത്തിന്റെ പുറകിൽ ഒരു കൂന് പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡൗജർ ഹംപ് എന്ന് വിളിക്കുന്നത്. ഇത് പലരിലും ഒരു അഭംഗി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഡൗജർ ഹംപ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊബൈൽ യൂസ് ചെയ്യുകയോ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന നേരത്ത് നമ്മൾ കഴുത്ത് മുമ്പിലോട്ട് ദീർഘനേരം ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിന്റെ കശേരിക്കുള്ളിലെ നോർമൽ കർവേച്ചർ നഷ്ടപ്പെടുകയും അത് നേരെയാവുകയും ചെയ്യുമ്പോൾ കഴുത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു കൂന് പോലെ രൂപാന്തരപ്പെടുന്നു. ഇതിനാണ് ഡൗജർ ഹംപ് എന്ന് പറയാം. ഡൗജർ ഹംപ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ടാവും. അത് കാരണത്താൽ ഡിസ്ക് തകരാറിലാവുകയും കയ്യിലേക്ക് തരിപ്പ് പെരുപ്പൊക്കെ വരികയും ചെയ്യുന്നു. ഇത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ടെക്കീസിന്റെ ഇടയിലാണ് ഇത് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് ഇതിനെ ടെക് നെക്ക് എന്നും വിളിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 35 വയസ്സാവുമ്പോഴേക്കും കഴുത്തിന്റെ പുറകിൽ ഒരു കൂനും അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ 50 വയസ്സാവുമ്പോഴേക്കും ഇത് എത്രത്തോളം പ്രയാസകരമാകും എന്ന് ആലോചിച്ച് നോക്കും.